ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെ പിന്തുണച്ച് NSS. അയ്യപ്പ സംഘവുമായി സഹകരിക്കുമെന്ന് NSS വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ. ശബരിമലയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന വിഷയങ്ങൾ ഇപ്പോൾ ഇല്ല. സർക്കാരിൽ പൂർണ്ണ വിശ്വാസമെന്നും സംഗീത് കുമാർ പറഞ്ഞു. ചന്തു ചന്ദ്രശേഖർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയുടെ വികസനം ലക്ഷ്യമിട്ട് സർക്കാർ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ എല്ലാ സംഘടനകളെയും ഈ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പോൾ NSS വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ നമ്മോടൊപ്പമുണ്ട്. എന്താണ് NSSന്റെ നിലപാട് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കും. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം 20-ന് നടക്കാൻ പോവുകയാണ് സർക്കാർ. എന്താണ് NSSന്റെ ഒരു നിലപാട്? ശബരിമല വികസനവുമായിട്ട് ബന്ധപ്പെട്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് ആലോചിച്ചു വരുന്നത്. അപ്പോൾ അതിൻ്റെ ആലോചനാ യോഗത്തിൽ തന്നെ നായർ സർവീസ് സൊസൈറ്റിയുടെ ബഹുമാന്യായ ജനറൽ സെക്രട്ടറിയുമായിട്ട് സർക്കാർ ബന്ധപ്പെടുകയും അദ്ദേഹം ഭഗവാന്റെ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും സഹകരിക്കണമല്ലോ. അപ്പം ശബരിമല ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിക്ക് നായർ സർവീസ് സൊസൈറ്റി സഹകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ആലോചനാ യോഗം 2 ആഴ്ച മുമ്പ് പമ്പയിൽ വെച്ചുണ്ടായിരുന്നു. ബഹുമാന്യായ ദേവസ്വം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ അതിന് നമ്മൾ പങ്കെടുക്കുകയും അന്ന് ആ യോഗത്തിൽ വെച്ച് ബഹുമാന്യായ ദേവസ്വം മന്ത്രി പറയുകയും ഉണ്ടായി, അവിടുത്തെ ആചാരങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ഈ സംഗമം നടത്തുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സർക്കാരിൽ പൂർണ്ണ വിശ്വാസമാണ്. ശബരിമലയിലെ ആചാരങ്ങളും അവിടുത്തെ വിശ്വാസവും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് സർക്കാർ ഇത് നടത്തുമെന്ന് നായർ സർവീസ് സൊസൈറ്റിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു നിലപാടിൽ നിന്നും NSS മാറുകയാണ് സർക്കാർ. നേരത്തെ ആ യുവതീ പ്രവേശന സമയത്തൊക്കെ NSS സ്വീകരിച്ച നിലപാട് സർക്കാരിന് എതിരായിരുന്നു. ആ ഒരു നിലപാടിൽ നിന്ന് NSS മാറുന്നു എന്ന് വേണം കരുതാൻ. അല്ല, അങ്ങനെയല്ല. ഇന്നിപ്പോൾ ആചാരമെല്ലാം സംരക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്, ആഗോള അയ്യപ്പ സംഗമം. അന്ന് വേറെ ഒരു വിഷയമായിരുന്നല്ലോ, ഇന്ന് ആ വിഷയം ഇല്ലല്ലോ. ബഹുമാനായ മന്ത്രി തന്നെ പ്രഖ്യാപിച്ചു ആദ്യത്തെ ആലോചനാ യോഗത്തിൽ എല്ലാം അവിടുത്തെ ആചാരങ്ങൾ, ശബരിമലയിലെ ആചാരങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു സംഗമം നടത്തുക എന്നുള്ളത്. അപ്പം പിന്നെ നമ്മൾ സർക്കാരല്ലേ പറയുന്നത്, നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. അതായത് സർക്കാർ ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നിലപാടിൽ മാറ്റം വരുത്തി, അതുകൊണ്ട് സ്വാഭാവികമായും NSSും ആ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഭഗവാന്റെ കാര്യത്തിൽ എന്നും നായർ സർവീസ് സൊസൈറ്റിക്ക് ഒരു താല്പര്യമേ ഉള്ളൂ. ഈശ്വര വിശ്വാസം, ആചാര സംരക്ഷണം, വിശ്വാസ സംരക്ഷണം ഇതെല്ലാം ഭംഗിയായിട്ട് നടത്തണം. അത് മാത്രമേ നായർ സർവീസ് സൊസൈറ്റിക്ക് താല്പര്യമുള്ളൂ. വേറെ രാഷ്ട്രീയത്തിലൊന്നും നമുക്ക് ആർക്കും താല്പര്യമില്ല. പക്ഷേ അന്ന് NSSനൊപ്പം അണിനിരന്ന BJP സംഘപരിവാർ സംഘടനകൾ, ഇപ്പോൾ ഹിന്ദു ഐക്യവേദി പോലെയുള്ള സംഘടനകൾ സർക്കാരിനെ വിമർശിക്കുന്നുണ്ട്. സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിനെതിരെ വലിയ വിമർശനവുമായി രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ കാണും? അന്ന് ഞങ്ങളോടൊപ്പം ആരും അണിനിരന്നില്ല. അന്ന് നായർ സർവീസ് സൊസൈറ്റി ആദ്യമായിട്ട് അതിൻ്റെ ബഹുമാന്യായ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സാറാണ് ഇതിനെതിരെ ആദ്യമായിട്ട് ശക്തമായി രംഗത്ത് വരികയും നമ്മുടെ കരയോഗങ്ങൾ വഴി പ്രതിഷേധങ്ങൾ, നാമജപഘോഷയാത്രയെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് പല സംഘടനകളും അത് ഏറ്റെടുത്ത് നടത്തുന്നു. ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടേതായ ഒരു സ്വതന്ത്ര നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കാറ്. അന്ന് ഈ ശബരിമലയിൽ പ്രവേശിക്കാൻ ശ്രമിച്ച ബിന്ദു അമ്മണി അടക്കം സർക്കാരിന് കത്ത് നൽകിയിരുന്നു. പക്ഷേ ആ കത്ത് പരിഗണിച്ചില്ല എന്ന് കഴിഞ്ഞ ദിവസം അവർ പരാതിയൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഒരു നിലപാട് മാറ്റം തന്നെയാണ് ഇത് NSSും അതിൽ കൂടി കാണുന്നതല്ലേ? ആയിരിക്കാം, അത് സർക്കാരിൻ്റെ നിലപാടല്ലേ. ഗവൺമെൻറ് അല്ലേ, അവർക്കറിയാമല്ലോ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ. NSSനും ഗവൺമെൻറ്റിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. NSS എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഘവുമായി സഹകരിക്കാൻ തന്നെയാണ് തീരുമാനം. ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ ഒക്കുന്ന വിധത്തിൽ ഞങ്ങൾ സഹകരിക്കും. തീർച്ചയായിട്ടും NSSന്റെ വൈസ് പ്രസിഡന്റ് സംഗീത് കുമാറാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. സർക്കാർ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. സ്വാഭാവികമായും NSS സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായ സഹകരണമാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ രതീഷ് കട്ടയിലേക്കൊപ്പം ചന്തു ചന്ദ്രശേഖർ, ന്യൂസ് മലയാളം.